വിധിയുണ്ടോ ഇല്ലയോ? ഹെവൻ ബ്രൂക്ക് എന്ന നാട്ടിലെ ഒരു കഫേയിൽ സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ ഒന്നാണ് മിസ്റ്റർ ആൽബർട്ട്സണും മിസ്റ്റർ വില്യംസും തമ്മിലുള്ള സംഭാഷണം. സായാഹ്നങ്ങളിലെ ആ കഫ കൊഴിപ്പിക്കുന്നത് ഇവരുടെ കൊച്ചു വർത്താനമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ ചർച്ച വന്നെത്തിയത് വിധിയുണ്ടോ ഇല്ലയോ എന്നതിലാണ്. മിസ്റ്റർ ആൽബർട്ട്സൺ വിധിയുണ്ട് എന്ന വാദത്തിൽ ഉറച്ചു നിന്നപ്പോൾ വിധിയില്ല എന്ന അതിശക്തമായി എതിർക്കുന്നുണ്ടായിരുന്നു മിസ്റ്റർ വില്യംസ്. അങ്ങനെ ആ ചെറിയ സംഭാഷണം വലിയ തർക്കത്തിലേക്ക് മാറി. അവസാനം വിധിയുണ്ട് എന്ന് തെളിയിക്കാൻ മിസ്റ്റർ വില്യംസ് കഫേയുടെ പുറത്ത് ആപ്പിൾ വിറ്റുകൊണ്ട് നിന്ന ഹെൻറിക്ക് $1000 കൊടുത്തു. എന്നിട്ട് ഈ പണം ഉപയോഗിച്ച് പണക്കാരനാകാൻ പറഞ്ഞു. അയാൾക്ക് വളരെ സന്തോഷമായി. അയാൾ ആ പണവുമായി വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്ന ഉടൻ തന്നെ ഭാര്യയോടോ കുട്ടികളോടോ യാതൊന്നും മിണ്ടാതെ അയാൾ അടുക്കളയിലെ ഒരു പഴയ ഭരണിക്കുള്ളിൽ ആ പണം സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് വ്യാപാരം ചെയ്യാൻ ഒരു പുതിയ സ്ഥലം നോക്കി വയ്ക്കുവാൻ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തുപോയി. അല്പസമയം കഴിഞ്ഞ് അയാൾ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ കണ്ടത് വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യേനെയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, വളരെ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? അതിന് മറുപടിയായി, ഞാൻ ഇന്ന് നമ്മുടെ പഴയ പാത്രങ്ങളെല്ലാം വിറ്റു. ദേ $50 കിട്ടി. ഇതുവഴി വന്ന പാത്ര കച്ചവടക്കാരൻ ആ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി. സ്ഥലവും ലാഭിച്ചു, പണവും കിട്ടി എന്നവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഭാര്യ പറഞ്ഞത് കേട്ട അയാൾ തലയിൽ കൈവച്ചിരുന്നു പോയി. തൻ്റെ പണമെല്ലാം പോയല്ലോ, താൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് അയാൾക്ക് ദുഃഖം തോന്നി. പിറ്റേ ദിവസം മിസ്റ്റർ വില്യംസും മിസ്റ്റർ ആൽബർട്ട്സണും കഫേയിലെത്തുമ്പോൾ ഹെൻറി അതേ സ്ഥലത്ത് ദേ പിന്നെയും ആപ്പിളുമായി ഇരിക്കുന്നു. മിസ്റ്റർ വില്യംസ് അയാളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിനക്ക് ഞാൻ ഇന്നലെ പണം തന്നതല്ലേ, പിന്നെ എന്തിനാ നീ ഈ പണി വീണ്ടും ചെയ്യുന്നത്? അതിന് മറുപടി എന്നോളം ഹെൻറി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വിധിയില്ല സാറേ, അതുകൊണ്ട് ആ പൈസ എനിക്ക് ഉപകാരപ്പെടാത്തത്. അത് കേട്ടപ്പോൾ മിസ്റ്റർ വില്യംസ് പറഞ്ഞു, ഞാൻ നിനക്ക് $1000 കൂടി തരുന്നു. ഇത്തവണ ഈ പണം സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഹെൻറി അത് വാങ്ങി സന്തോഷത്തോടു കൂടി പുറപ്പെട്ടു. ഇത്തവണ പണം ഭദ്രമായി സൂക്ഷിക്കാൻ അയാൾ തൻ്റെ തൊപ്പിക്കുള്ളിലെ ഒരു ചെറിയ അറയുണ്ടാക്കി പണം അതിനകത്ത് തുന്നിവെച്ചു. എന്നിട്ട് ആ തൊപ്പി അയാൾ തലയിൽ വെച്ച് നടന്നുപോയി. തൻ്റെ പണം ആരും തൊടില്ല, അതെനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചിലവാക്കും എന്ന ചിന്തയിൽ അയാൾ നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നിതാ ഒരു കാക്ക പറന്നു വന്ന് അയാളുടെ തൊപ്പി കൊത്തിയെടുത്ത് കൊണ്ടുപോയി. ഹെൻറിക്ക് ആകെ വിഷമം തോന്നി. തനിക്ക് വിധിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങേയറ്റം ദുഃഖത്തിൽ ഹെൻറി വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം വീണ്ടും മിസ്റ്റർ വില്യംസും മിസ്റ്റർ ആൽബർട്ട്സണും കഫേയിൽ വന്നെത്തി. അന്നും ഹെൻറി അവിടെ ആപ്പിളുമായി നിൽക്കുന്നു. മിസ്റ്റർ വില്യംസിന് ദേഷ്യം തോന്നി. അയാൾ ഉടൻ തന്നെ ഹെൻറിയോട് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആൽബർട്ട്സൺ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ എല്ലാം വിധിയുടെ കാര്യമാണെന്ന്. എന്നാൽ മിസ്റ്റർ വില്യംസ് അത് സമ്മതിച്ചില്ല. ഹെൻറി ശ്രദ്ധയില്ലാത്തവനാണെന്നും അയാൾക്ക് പണം സൂക്ഷിക്കാൻ അറിയാത്തത് കൊണ്ടുമാണ് ഇത് സംഭവിച്ചതെന്നും അയാൾ വാദിച്ചു. മിസ്റ്റർ ആൽബർട്ട്സൺ ഒരു പുഞ്ചിരിയോടുകൂടി അയാളുടെ ഊന്നുവടിയിൽ നിന്നിരുന്ന ഒരു മെറ്റൽ ബോൾ ഊരി ഹെൻറിക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, വിധിയുണ്ടെങ്കിൽ ഈ മെറ്റൽ ബോൾ കൊണ്ടും നിനക്ക് പണക്കാരനാകാം. ഹെൻറി ആകെ നിരാശനായി. പണം കൊണ്ട് നടക്കാത്തത് ഈ മെറ്റൽ ബോൾ കൊണ്ട് എങ്ങനെ സാധിക്കാനാണ് എന്ന് മനസ്സിലോർത്തുകൊണ്ട് അയാൾ നടന്നുപോയി. അയാൾ വീട്ടിൽ പോകുന്ന വഴിയിൽ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ വലയിടാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ ഹെൻറിയുടെ കയ്യിലുള്ള ആ മെറ്റൽ ബോൾ ശ്രദ്ധിച്ചു. അത് തങ്ങൾക്ക് വല വീശുമ്പോൾ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹെൻറിയോട് അത് തങ്ങൾക്ക് നൽകാമോ എന്ന് ചോദിച്ചു. ആ ബോൾ വെച്ച് താൻ എന്ത് ചെയ്യാനാ എന്ന് ഓർത്ത് ഹെൻറി അത് അവർക്ക് കൊടുത്തു. അന്ന് ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഒത്തിരി മീനിനെ കിട്ടി. നന്ദി സൂചകമായി അതിൽ വലിയൊരു മത്സ്യത്തെ അവർ ഹെൻറിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഹെൻറിയുടെ ഭാര്യ അത് വൃത്തിയാക്കുന്നതിനിടയിൽ ആ മീനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തിളങ്ങുന്ന വസ്തു കണ്ടെത്തി. അതൊരു അമൂല്യമായ രത്നങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ ഹെൻറിയുടെ ഭാര്യയ്ക്ക് അതിൻ്റെ വില മനസ്സിലായില്ല. ആയതിനാൽ തന്നെ അവരത് തങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. കുട്ടികൾ അതുമായി വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് കളിക്കാൻ തുടങ്ങി. അതുവഴി കടന്നുപോയ ഒരാൾ ഹെൻറിയുടെ വീട്ടുമുറ്റത്തിരുന്ന് കുട്ടികൾ ആ രത്നം കൊണ്ട് കളിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് അത് വിലപിടിപ്പുള്ള ഒരു അമൂല്യമായ രത്നമാണെന്ന് മനസ്സിലായി. അയാൾ കുട്ടികളുടെ അരികിൽ ചെന്ന് ആ കല്ല് തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
എന്നാൽ കുട്ടികൾ അത് തങ്ങളുടെ കളിപ്പാട്ടമാണെന്നും അത് തരാൻ സമ്മതമല്ല എന്നും പറഞ്ഞു. അടുക്കളയിൽ നിന്ന് ഹെൻറിയുടെ ഭാര്യ പുറത്ത് ബഹളം കേട്ട് വന്ന് നോക്കിയപ്പോൾ നിസ്സാരപ്പെട്ട ഒരു കല്ലിനു വേണ്ടി തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന വഴിപോക്കനെയും മക്കളെയുമാണ് കണ്ടത്. അവർ കാര്യമെന്താണെന്ന് അന്വേഷിച്ചു. അയാൾ അവരോട് ഈ കല്ല് തനിക്ക് തരാമോ എന്ന് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ കളിപ്പാട്ടം ആയതിനാൽ അത് തരാൻ സമ്മതമല്ല എന്ന് അവരയാളോട് പറഞ്ഞു. എന്നാൽ അയാൾ പിന്മാറാൻ തയ്യാറായില്ല. അല്പസമയത്തിന് ശേഷം ഹെൻറി വീട്ടിലേക്ക് വന്നു. വീട്ടുമുറ്റത്തെ ആളെ കണ്ടപ്പോൾ അയാൾ കാര്യം തിരക്കി. അവർ കാര്യം പറഞ്ഞു. ഹെൻറിയും ആ കല്ല് അയാൾക്ക് നൽകുന്നതിൽ നിന്ന് വിസമ്മതിച്ചു. വഴിപോക്കൻ പോകാൻ കൂട്ടാക്കിയില്ല. അയാൾ പറഞ്ഞു, ഞാൻ $100 തരാം, ആ കല്ല് എനിക്ക് തരൂ. എന്നാൽ ഹെൻറി സമ്മതിച്ചില്ല. അങ്ങനെ ആ വിലപേശൽ ഒടുവിൽ $1,00,000 വരെ വന്നെത്തി. അവസാനം ഹെൻറി അത് അയാൾക്ക് കൊടുത്തു. അയാൾക്ക് പണവും കിട്ടി. അയാൾ പണക്കാരനുമായി. അങ്ങനെ അയാൾ വ്യാപാരം തുടങ്ങി. ജീവിതം അല്പമൊന്ന് മെച്ചപ്പെട്ടപ്പോൾ അയാൾ പുതിയൊരു വീട് പണിയാൻ ആരംഭിച്ചു. ഒരിക്കൽ പണിസ്ഥലത്തെ ജോലിക്കാരൻ ഹെൻറിയുടെ കയ്യിൽ ഒരു തൊപ്പി കൊണ്ടേൽപ്പിച്ചു. ഈ വീടിന്റെ മച്ചിൽ ഒരു കാക്ക കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടിൽ നിന്ന് കിട്ടിയ തൊപ്പിയാണിത്. ഹെൻറി ആ തൊപ്പി പരിശോധിച്ചു. മുൻപ് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണം സൂക്ഷിച്ച തൊപ്പിയാണതെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങേയറ്റം ആഹ്ലാദത്തോടെ അയാൾ വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ അയാൾ ഒരു പാത്ര കച്ചവടക്കാരനെ കണ്ടു. പഴയ പാത്രങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു അത്. ഹെൻറി ശ്രദ്ധിച്ചപ്പോൾ അയാളുടെ ഭരണി അവിടെ ഇരിക്കുന്നത് കണ്ടു. നിസാര പണം കൊടുത്ത് അയാൾ ആ ഭരണി വാങ്ങി. അത് പരിശോധിച്ചപ്പോൾ അയാൾക്ക് മുൻപ് അതിൽ സൂക്ഷിച്ചിരുന്ന $1000 ലഭിച്ചു. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി അയാൾ ആ കഫേയിലേക്ക് പോയി. അന്നും അയാൾ മിസ്റ്റർ വില്യംസിനെയും മിസ്റ്റർ ആൽബർട്ട്സണിനെയും കണ്ടു. തൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ അറിയിച്ചു. ഇരുവരും ഒരു പുഞ്ചിരിയോടുകൂടി ഹെൻറിയുടെ ജീവിതകഥ കേട്ടിരുന്നു. ഇനി നിങ്ങൾ പറയൂ, വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.